ക്വൈക്കട്ട് സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോസ്, അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന വോയിസ് ഓവർ ആയിക്കോട്ടെ, എന്ത് ഓഡിയോ എഫക്റ്റ് എന്തോ ആയിക്കോട്ടെ, പുറത്തുനിന്നുള്ള നോയ്സ് നമ്മുടെ വോയിസിനോടൊപ്പം ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് ക്വൈക്കട്ടിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമ്മൾ ക്വൈക്കട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട ക്ലിപ്സ് ഏതാണ് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഈ ഒരു വീഡിയോയിലെ ഓഡിയോയാണ് എനിക്ക് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യേണ്ടതും എഫക്റ്റ് കെട്ടേണ്ടതെല്ലാം. സോ ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ആദ്യം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. സോ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഈ വീഡിയോമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴത്തുള്ള ഈ ഓപ്ഷൻസിൽ നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ്ട്രാക്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അതുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോയിലുള്ള ഓഡിയോസ് അതേപോലെ നമുക്ക് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. സോ ഇനി നമുക്ക് ഈ വോയിസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതായത് ഈ ആ ഓഡിയോമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ വോളിയം കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അതുപോലത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ നമുക്കിപ്പോൾ വോളിയം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാനും ഒരുപാട് വോയിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള ഓപ്ഷനാണിത്. നമുക്കിവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഡി നോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ഓണാക്കിയിട്ട് നമുക്ക് ഇവിടെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നോയ്സ് ക്യാൻസലേഷൻ വരും. അതായത് നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഓഡിയോ ആണ്, അതിൻ്റെ കൂടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസസ് കയറി വരുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഓഡിയോസ് നമുക്ക് അടിപൊളിയാക്കി വോയിസ് ഒക്കെ നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ചെയ്ത് ചെയ്യാൻ പറ്റും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.